സോളാർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ടെനി ജോപ്പൻ ആശ്വാസം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ PA പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഹൈക്കോടതി. ഒഴിവാക്കിയത് മലയിലിൽ ശ്രീധരൻ നായരുടെ കേസിൽ നിന്ന്. ക്രൂശിച്ചവർക്കും നന്ദിയെന്ന് ജോപ്പൻ. അൻസിബ നൽകിയ പരാതിയിൽ നടൻ ടിനി ടോമിന് മുൻകൂർ ജാമ്യം. ജാമ്യം അനുവദിച്ചത് എറണാകുളം സെഷൻസ് കോടതി. ടിനി ടോമിനെതിരെ കേസെടുത്തത് കോടതി നിർദ്ദേശത്തെ തുടർന്ന്. കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചില്ലെന്ന സുകുമാരൻ നായരുടെ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് പിന്നാലെ വാക്പോര്. സുകുമാരൻ നായരെ തിരിച്ചു വിളിച്ചുവെന്ന് മുഖ്യമന്ത്രി തന്നെ ഇനി കാണുന്നത് ഫോട്ടോയിൽ മാത്രമായിരിക്കുമെന്ന് സുകുമാരൻ നായർ. ആരോപണങ്ങളെല്ലാം തള്ളി മുഖ്യമന്ത്രി. പ്ലീഡർ നിയമനത്തിൽ തെറ്റില്ല. ആരോപണ നിഴലിലുള്ള 2 പേരും ലയോഴ്സ് കോൺഗ്രസ് പട്ടികയിലുള്ളവർ. പാർട്ടി സംഘടനകൾ നൽകുന്ന ലിസ്റ്റുകൾ അതേപടി നടപ്പാക്കാനാകില്ല. നിയമനത്തിൽ KSU ലോ കോളേജ് യൂണിറ്റിന് എന്ത് കാര്യമെന്ന് മുഖ്യമന്ത്രി. 31 വർഷമായി മൂകാംബിക ഭക്തൻ. ഹിന്ദു ഐക്യവേദിക്കാരെ കണ്ടത് കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചുകൊണ്ട്. അതിവേഗ റെയിൽ ശ്രീധരന്റെ റിപ്പോർട്ട് അതുപോലെ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി. പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പാക്കണം. ഭൂലഭ്യതയും യാത്രാ സൗകര്യവും കൂടാതെ ചരക്ക് നീക്ക സാധ്യതയും പഠിക്കും. കേരളയിൽ പിണറായി സർക്കാരിന് പറ്റിയ അബദ്ധം ആവർത്തിക്കില്ലെന്നും VD സതീശൻ. ന്യൂസ് 18 പുറത്തുകൊണ്ടുവന്ന BJP ഫണ്ട് തട്ടിപ്പ് വാർത്തയ്ക്ക് വ്യക്തമായ സ്ഥിരീകരണം. സംസ്ഥാന സെക്രട്ടറി MP അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ കമ്മീഷൻ നൽകി. നിർണായക വെളിപ്പെടുത്തലുമായി കമ്മീഷൻ നൽകിയ കമ്പനിയുടെ പ്രതിനിധി. കുടിശ്ശിക നൽകിയില്ലെന്നും ശബ്ദരേഖയിൽ. BJP നേതാവിന്റെ ട്രാവൽസ് വക കള്ള ബില്ലും. ബിൽ പ്രകാരം ഒരു ദിവസം കാർ ഓടിയത് 27 മണിക്കൂർ. പരാതി വന്നാൽ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. നെന്മാറ ഇരട്ടക്കൊലയിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷ എന്തായിരിക്കും? ആ കൊടും കുറ്റവാളിക്ക് കോടതി തൂക്കുകയർ വിധിക്കുമോ? കേരളം കാത്തിരിക്കുന്ന വിധി അറിയാൻ ഇനി ഒരു ദിവസത്തെ മാത്രം കാത്തിരിപ്പ്. നെന്മാറ ഇരട്ടക്കൊലയിൽ ശിക്ഷാവിധി പിന്നീട്. ഇരുഭാഗത്തിന്റെയും വാദം കഴിഞ്ഞു. വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. ചെന്താമരയിൽ നിന്ന് അയൽവാസികൾക്ക് ഭീഷണിയുണ്ടെന്നും പ്രോസിക്യൂഷൻ. ലോകകപ്പ് കലാശ പോരാട്ടം ആരെല്ലാം തമ്മിലെന്ന് ഇന്ന് രാത്രി അറിയാം. 2ാം സെമിയിൽ അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. ഇന്നലെ രാത്രി ആദ്യ സെമിയിൽ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളിന് വീഴ്ത്തി സ്പെയിൻ.